എന്താ കാറ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. ആ, ഇഷ്ടപ്പെട്ടു. കാറ് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാം ഇഷ്ടമായി. എന്നെ ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ ഇത് ജീവനാണ്. സമ്മാനമായി കിട്ടിയത് അച്ഛന്. ഇതൊരു അമൂല്യ നിധിയാണ്. അച്ഛൻ അങ്ങനെയാ കരുതുന്നത്. അച്ഛന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതാണിത്. അപ്പോ പഴയ കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ ഭണ്ഡാരമാണിത്. ഇനി എനിക്കും ഇതിനെ മറക്കാനാവില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായോ? ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇതിൽ എന്നെ കയറ്റി ഒന്ന് ഓടിക്കുവോ? വിധി അനുവദിച്ചാൽ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നോ 1000 പറയാമല്ലോ. എന്തിനാ ഒരു മുഖവുര? അത് പിന്നെ നമ്മുടെ കാറുണ്ടല്ലോ, അത് വിൽക്കണം. എന്താ നീ പറഞ്ഞത്? അത് വിൽക്കണമെന്ന്. തമാശ പറയാണോ? അല്ല, അതിനി വേണ്ട. നീ സീരിയസ് ആയിട്ട് പറയാ? അതെ, അത് പഴഞ്ചനാ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാറൊന്നും ആരും ഉപയോഗിക്കാറില്ല. നീ തന്നെയല്ലേ അത് വിൽക്കരുതെന്ന് എന്നോട് പറഞ്ഞത്? ആ കാറ് പോകുമ്പോ ആദ്യമായിട്ട് എന്നെ കണ്ടതും നീ ആ കാറിനെ തന്നെ നോക്കി നിന്നു പറഞ്ഞത്. ഞാൻ അതല്ല പറഞ്ഞത്. കാലത്തിനനുസരിച്ച് മാറണം. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പിടിക്കില്ല. സുദേവൻ ഇത് ഓടിച്ചു നടക്കുമെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഇഷ്ടത്തിനെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നല്ല വില കിട്ടിയാ വിൽക്കാം. പക്ഷേ പെട്ടെന്ന് നടക്കില്ല. നല്ല പാർട്ടിയെ കിട്ടണം. സുശീൽ, ഇത് കണ്ടോ? എന്താണിതിൽ? മയിൽപീലി തുണ്ടുകൾ. ഇതൊക്കെ ഞാൻ അയച്ച ഗ്രീറ്റിംഗ് കാർഡുകളാണല്ലോ. പലപ്പോഴായി നീ അയച്ചത്. നേരിട്ട് കാണാതെ, പരിചയപ്പെടാതെ നീ അയച്ചത്. എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചത്? വെറുതെ. ഒരിക്കൽ കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇടയ്ക്കൊക്കെ എടുത്തു നോക്കും. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും സൂക്ഷിച്ചിരുന്നു. അതിലെ ഓരോ വാക്കുകളും മനപ്പാഠമായി. ചില നിമിത്തങ്ങൾ അങ്ങനെയാണ്. അപ്പോ കണ്ടില്ലെങ്കിലും ഞാൻ മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടുമുട്ടിയില്ലെങ്കിലും കാലങ്ങളോളം ഞാനിത് സൂക്ഷിക്കുമായിരുന്നു. സുഖമുള്ള ഓർമ്മയായി. അതിനപ്പുറം ഒന്നുമില്ലേ? എല്ലാ അർത്ഥത്തിലുമാണ് ഞാനിത് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണല്ലോ സംഭവിക്കുന്നത്. എന്ന് ആര് പറഞ്ഞു? എനിക്കിഷ്ടമാണ്. എന്ത്? എല്ലാം. കവിയെ, കലാകാരനെ, അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോ എന്റെ ഈ വരവ് എനിക്ക് നഷ്ടമല്ല. നഷ്ടപ്പെടുത്താതിരുന്നാ മതി. അറിഞ്ഞുകൊണ്ട് വിലപ്പെട്ടതൊന്നും ഞാൻ നഷ്ടമാക്കില്ല. നിന്റെ ഈ പുഞ്ചിരി, കുസൃതി, ശാലീനത്വം, എന്റെ ആത്മാവിന്റെ അന്വേഷണം നിന്നെ കണ്ട നിമിഷം അവസാനിച്ചു. അച്ഛന് ഏതാണ്ട് സംശയമുണ്ട് കേട്ടോ. എന്തിനാ സംശയിക്കുന്നത്? സത്യസന്ധമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ. കാര്യം പറയുമ്പോ ഒരുമാതിരി ചളിപ്പ് പറയരുത്. അച്ഛനോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ മിടുക്കന്മാരാണല്ലോ. ഏതായാലും ആ ചമ്മല് മാറി കിട്ടിയല്ലോ. ശ്രുതിക്കെല്ലാം തമാശയാ. എന്റെ ഉള്ളിൽ തീയ. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്നെ സംശയമുണ്ടോ? നഗരത്തിൽ പഠിച്ച ആള്, വലിയ പണക്കാരൻ, മനസ്സ് മാറിയാലോന്ന് പേടിയാ. പേടിയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഇന്ന് തന്നെ നിന്റെ അച്ഛനെ കണ്ട് ഞാൻ കാര്യം പറയാൻ പോവാ. സുധിയുടെ വീട്ടുകാര് നിന്നെ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാ കാര്യങ്ങളും ദീപക്കറിയാം. പിന്നെന്താ? അതാ ഒരു സമാധാനം. അവളെ ആള് മോശമല്ല. എന്റെ അനിയത്തില്ലേ മോശാവില്ല.
എന്താ വല്ല ചുറ്റിക്കളിയുണ്ടോ? ഉണ്ട്. കക്ഷി നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. ആര്? നമ്മുടെ സുശീലോ? സുശീലോ ദുശീലോ അതെനിക്കറിയില്ല. അവരിഷ്ടത്തില്ല. അവനെ എനിക്കറിയാം. ഇതിൽ പിന്നെ നല്ലൊരു ബന്ധം എന്റെ അനിയത്തിക്ക് കിട്ടാനില്ല. ഉറപ്പിച്ചു കഴിഞ്ഞോ? അവൻ എന്താ ഒരു കുറവ്? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? എനിക്കറിയാം. ഞാൻ അവന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. സ്നേഹമുള്ള കുടുംബം, സ്വന്തം വീട് പോലെയാ എനിക്ക് തോന്നിയത്. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. അപ്പോ സ്വന്തം കാര്യം ചിന്താബാദ്. ഒക്കെ നന്നായി നടന്നാ മതിയായിരുന്നു. എന്താ നിനക്ക് സംശയം? ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഓടി വന്നത്? ഇങ്ങനെ നേരം കളയാതെ ഇങ്ങോട്ട് അടുത്ത് വാടി. Simply because I love you and you love me. And together we were meant to be. So glad you're mine. ഏയ്, നമുക്കേ അങ്ങോട്ട് പോവാ. എന്താ? വേണ്ട. അയ്യോ. വാ, വേഗം വാ. ഞാൻ വീഴും. എന്താ, ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ആ, എന്റെ അവസ്ഥ അത് തന്നെ. ലൈറ്റ് കണ്ടതുകൊണ്ട് കയറിയതാ. ഇതെന്റെ ശീലമാ, ഹോസ്റ്റലിലെ പതിവ്. ഏകാന്ത രാവുകളിൽ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുക പതിവാണ്. ബോറടിക്കില്ലേ? ഇല്ല, എന്തൊക്കെ ആലോചിക്കുന്നത്? ഇഷ്ടപ്പെട്ട ചില മുഖങ്ങൾ തേടും. കൂട്ടത്തിൽ ദീപയുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമാണല്ലേ? ഏയ്, അതല്ല. ഓർത്തിരിക്കാൻ പലതും ഉണ്ടാകുമ്പോൾ ഏകാന്തതയാണ് നല്ലത്. ഞാൻ വന്നത് ശല്യമായോ? ഏയ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ അടുത്ത് കിട്ടാൻ. വരില്ലെന്ന് കരുതി.